കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിവാദമായ പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകമറിഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരിക്കലും പറയേണ്ടാത്ത ഒരു കാര്യം അദ്ദേഹം എന്തിനാണ് പറഞ്ഞത് എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് മാനങ്ങൾ അതിനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഗാന്ധിജിയെ ആരും വല്ലാതെ അറിയുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തെ തമസ്കരിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. സത്യത്തിൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ കഥ എവിടെ നിന്നാണ് നമുക്ക് വായിക്കുവാൻ വേണ്ടി കഴിയുക? ആ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. തൻ്റെ നാട്ടുകാരനായിരുന്ന ബാബ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യാപാരിയുടെ കേസുകൾ ആഫ്രിക്കയിൽ വാദിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി തൻ്റെ ജന്മനാട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം പള്ളി മിനാരങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഒരുപാട് ആളുകളെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു ബ്രിട്ടീഷുകാർ, പ്ലാന്റേഷനുകളിൽ പണിയെടുപ്പിക്കാൻ, വലിയ വലിയ ഖനികളിൽ ജോലി ചെയ്യിപ്പിക്കാൻ. അങ്ങനെ അവിടെ മനുഷ്യരും മൃഗവുമല്ലാതെ അതിക്രൂരമായി അവഗണിക്കപ്പെട്ടിരുന്ന ജനതയുടെ ഉദ്ധാരണവും വിമോചനവും ലക്ഷ്യമാക്കിയാണ് മഹാത്മജി തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സഹനശീലം ഇത്രമാത്രമുള്ള ഒരു മനുഷ്യൻ, പ്രവാചകത്വം കൽപ്പിക്കപ്പെടാത്ത മനുഷ്യൻ ചരിത്രത്തിൽ കാണുക അസാധ്യമാണ്. ഞാൻ ഒരുപാട് ജീവചരിത്രങ്ങൾ എൻ്റെ പഠനകാലയളവിലും അതിന് ശേഷവും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജിയോളം അത്യുത്കൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ യാഥാർത്ഥ്യമാക്കിയ, പ്രയോഗവൽക്കരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വിസർജ്യം പാത്രത്തിൽ ആക്കിയത് സ്വന്തം ചുമലിലെടുത്തു വെച്ച് ചുമന്നുകൊണ്ടുപോയി ദൂരദിക്കിൽ ഉപേക്ഷിച്ച് ആ വലിയ പാത്രം കഴുകി വീണ്ടും തൽസ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു മനുഷ്യനെ കുറിച്ച് ലോകത്തിലെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയാമെങ്കിൽ അത് മഹാത്മജിയെ കുറിച്ച് മാത്രമാണ്. ഞാൻ ഒരുപാട് പ്രവാചകന്മാരുടെ ജീവചരിത്രം പോലും പഠിച്ചിട്ടുണ്ട്, നിരവധി പ്രവാചകന്മാരുടെ ജീവചരിത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രവാചകന്റെ ജീവചരിത്രത്തിൽ പോലും, യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിൽ പോലും ഇതിന് സമാനമായ ഒരു സംഭവം എനിക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ വിസർജ്യം പാത്രത്തിലാക്കിയത് സ്വന്തം ചുമലിലേറ്റി ദൂരെ കൊണ്ടുപോയി കളയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ അവരെ കുറിച്ച് പറയാറ് തോട്ടികൾ എന്നാണ്. തോട്ടിപ്പണി എടുക്കുന്നവർ. ഇന്നും വലിയ വലിയ നഗരങ്ങളിൽ തോട്ടിപ്പണി എടുക്കുന്നവരുണ്ട്. തോട്ടിപ്പണിയെടുത്ത ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു മഹാത്മാവിനെ കുറിച്ച്, ഗാന്ധിജിയെ കുറിച്ചല്ലാതെ മറ്റേതൊരു വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക? നരേന്ദ്രമോദി തമസ്കരിക്കുവാൻ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു പ്രസ്താവന ഗാന്ധിജിയെ കുറിച്ച് വീണ്ടും വീണ്ടും വായിക്കുവാൻ ഒരുപാട് ആളുകളെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരാളിൽ പെട്ട വ്യക്തിയാണ് ഈ വിനീതൻ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരാളെയും അടിച്ചിട്ടില്ല, ഒരാളോടും യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങനെ എത്ര സവിശേഷതകളാണ് നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുക.
തന്റെ രാഷ്ട്രീയ വിയോജിപ്പുകളുള്ള ആളുകളോട് വരെ ഇത്രമാത്രം മാന്യമായിട്ട് പെരുമാറിയ ഒരു മഹാൻ വേറെ ഉണ്ടാകുന്നു. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ആരാണ് സത്യത്തിൽ ഓരോരുത്തരെയും വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ചത്? മഹാത്മാക്കളെ വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ചത് അവരവരുടെ മതക്കാരാണോ? അല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ദി ഗ്രേറ്റ് എന്ന പേരിൽ ലോക പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ് ഉമർ ബിൻ ഖത്താബ്. ഉമർ ദി ഗ്രേറ്റിനെ കൊലപ്പെടുത്തിയത് ക്രിസ്ത്യാനിയാണ്, ജൂതനാണ്, ഹിന്ദുവാണ്. തേർഡ് കാലിഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ക്രിസ്ത്യാനിയോ ജൂതനോ ഹിന്ദുവോ ആണ്. ഫോർത്ത് കാലിഫ്, നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് ഇതര മതസ്ഥനാണ്, ഇതര മതസ്ഥരിൽപ്പെട്ട ആരെങ്കിലുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമയുടെ മക്കൾ ഹസൻ ഹുസൈൻ ഒരാളെ വിഷം കൊടുത്തു വന്നു, ഒരാളെ യുദ്ധക്കളത്തിലിട്ട് വെട്ടിക്കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല യുദ്ധക്കളത്തിലിട്ട് തട്ടുന്നത് കണ്ടാണ് മറുചേരിയിലുണ്ടായിരുന്ന ഒരു സൈനികൻ ചേരിമാറി ആ തല പ്രവാചകന്റെ തോളിലിട്ട് താലോലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പുറത്തേക്ക് മാറുകയും എതിരാളികളോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇവരെല്ലാവരും മുസ്ലിങ്ങളിലെ ഏതെങ്കിലും ഒരു അവാന്തര വിഭാഗത്തിൽപ്പെട്ടവർ ആയിരുന്നു. മഹാത്മാഗാന്ധിയെ കൊന്നത് നാരായണ മാഷ് ഇവിടെ പറഞ്ഞു, ഒരു മുസ്ലിം അല്ല. ഗാന്ധിജിയെ കൊന്നത് മഹാത്മാഗാന്ധി വിശ്വസിക്കുന്ന സനാതനമായിട്ടുള്ള ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മതഭ്രാന്തനായ നാഥുറാം ഗോഡ്സെയാണ്. അങ്ങനെ എത്ര പേർ കൊല ചെയ്യപ്പെട്ടു. അബ്രഹാം ലിങ്കനെ വെടിവെച്ചു കൊന്നത് മുസ്ലിമാണ്. ആ രാജ്യക്കാരൻ തന്നെയായിട്ടുള്ള അബ്രഹാം ലിങ്കൺ ഏതൊരു മതവിശ്വാസിയാണോ അല്ലെങ്കിൽ ആണ് എന്ന് നമ്മൾ പറയുന്നുവോ അതേ വിഭാഗത്തിൽപ്പെടുന്നവരല്ല. ലോകത്ത് ഏതാണ്ട് എല്ലാ മഹാന്മാരുടെയും കഥ കഴിച്ചത് ബന്ധപ്പെട്ട മതത്തിൽപ്പെടുന്ന ആളുകളാണ്, അല്ലാതെ ഇതര മതസ്ഥരല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ തട്ടാതെ പോയ, നമ്മളുടെ ദൃഷ്ടിപഥത്തിൽ പെടാതെ പോയ സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. 55 പേജിലാണ് ആ ലേഖനം ഉൾക്കൊള്ളിച്ചത്. മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും മുഖപുസ്തകത്തിലും എല്ലാം തന്നെ വന്നിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമായിട്ടാണ് 200-ലധികം പേജുകളുള്ള ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. ഇതിന്റെ അവസാന അധ്യായത്തിൽ പ്രീ ഡിഗ്രി പഠനകാലത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തിന് ഞാൻ അയച്ച ഒരു വാട്സപ്പ് കത്താണ് ചേർത്തിട്ടുള്ളത്. ആ വാട്സപ്പ് കത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുവാനുള്ള എന്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനർത്ഥം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കും എന്നല്ല. അതോടൊപ്പം തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള മറ്റു ചിലത് ചെയ്യാനുണ്ട്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബംഗ്ലാദേശിൽ പോയത്. ഇന്ന് വരെ ഞാൻ എവിടെയും വായിക്കാത്ത, ആരും എന്നോട് പറയാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാൻ അവിടെ കണ്ടു. അതിലൊന്നായിരുന്നു ഢാക്ക സർവകലാശാലയിൽ ഉയർന്നു നിൽക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ വെണ്ണക്കൽ പ്രതിമ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ടോ? ബംഗ്ലാദേശിൽ ഞാൻ ബംഗ്ലാ ആളുകളെ ആദരിക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. ഢാക്ക സർവകലാശാലയുടെ മുറ്റത്ത് നിന്നാണ്
ഹസീനയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചത്. മുജീബ് റഹ്മാന്റെ പ്രതിമകൾ തകർക്കുന്ന ബംഗ്ലാദേശുകാരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ കണ്ടു. പക്ഷെ ഢാക്ക സർവകലാശാലയുടെ മുറ്റത്ത് ഇന്നും ഉയർന്നു നിൽക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിലേക്ക് ഒരു കല്ലെടുത്തെറിയാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഢാക്ക സർവകലാശാലയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ കോളേജ് ക്യാമ്പസ് അടച്ചിട്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ വിശിഷ്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഒരടവല്ല അത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കോളേജൊക്കെ അടച്ചിട്ടിരിക്കുന്നത്? അപ്പോഴാണ് ആ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി യൂണിയന്റെ നേതാവിനോട് പറഞ്ഞത്, സാർ, ബംഗ്ലാദേശിൽ 10 ദിവസം കോളേജുകൾക്ക് സ്കൂളുകൾക്ക് അവധി പെരുന്നാളിനോടനുബന്ധിച്ചല്ല, ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചോ ബലിപെരുന്നാളിനോടനുബന്ധിച്ചോ അല്ല. ഢാക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഢാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് 10 ദിവസം അവധി ബംഗ്ലാദേശിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? വൈരത്തിന്റെ കഥകളല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള, മതവിഭാഗങ്ങൾ തമ്മിലുള്ള അനൈക്യത്തെ സംബന്ധിച്ചും സംഘർഷങ്ങളെ കുറിച്ചുമല്ലേ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളൂ. നേപ്പാളിൽ പോയി ഞാൻ. നേപ്പാളിൽ പോയപ്പോ അവധിലെ രാജകുമാരി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് അവർക്ക് കീഴടങ്ങാതെ ചെന്ന സമയത്ത് നേപ്പാളിലെ ഹിന്ദു രാജാവ് അവരെ സ്വീകരിച്ചിരുത്തി. നേപ്പാളിൽ അവരുടെ ഖബറിടം നിന്നും നേപ്പാളിലെ ഗവൺമെന്റ് പരിരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ലോകത്തൊരുപക്ഷെ ഖവാലി, ഗസൽ ഇതിന്റെയൊക്കെ വിളനിലമെന്ന് പറയാവുന്ന ഒരു പ്രദേശം, മഹാന്മാരായിട്ടുള്ള നിരവധി കവികൾക്ക് ജന്മം നൽകിയ ദേശം, ആ ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുത്തതും ആലപിച്ചുകൊണ്ടിരിക്കുന്നതും രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന നമ്മളുടെ ദേശീയ ഗാനം രചിച്ച മഹാനായ മനുഷ്യന്റേതാണ്, കവിയുടേതാണ് എന്ന് ഏതെങ്കിലും പ്രസംഗകന്മാർ നമ്മളോട് പ്രസംഗിച്ചു തന്നിട്ടുണ്ടോ? അനൈക്യത്തെക്കുറിച്ചല്ലേ നമ്മളോട് എല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ. ഐക്യത്തെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മധ്യ പൗരസ്ത്യ ദേശത്തെ UAE എന്ന് പറയുന്ന രാജ്യത്ത് അൽ ഹിന്ദ് എന്ന് പറഞ്ഞ് ഒരു ജില്ല തന്നെ ഉണ്ടാക്കുന്നത്, ഒരു ജില്ലക്ക് പേര് നൽകുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു ശ്രീ അജിത് കൊളാടി, അദ്ദേഹം വിദേശ രാജ്യത്ത് മ്യൂസിയം സന്ദർശിക്കുന്ന വേളയിൽ ആദ്യമായി കണ്ടത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ്. ലോകം മനുഷ്യനെ ആദരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്ത് മനുഷ്യരെ ആദരിച്ചവർ തിരസ്കരിക്കപ്പെടുകയാണ്. മഹാത്മാഗാന്ധി പോലും ഗാന്ധിക്ക് ജന്മം നൽകപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് വിസ്മൃതരാവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പാർലമെന്ററി പ്രവർത്തനം 20 വർഷം നടത്തി. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ നടത്തേണ്ടത്, നമ്മളുടെ ഒരു ബാധ്യതയായിട്ടുള്ളത് മനുഷ്യർ തമ്മിൽ, സംസ്കാരങ്ങൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സംബന്ധിക്കുന്ന നേർചിത്രം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ്. വർത്തമാനകാലത്തെ ഒരു പൗരന്റെ ധർമ്മമായി ഞാൻ അതിനെ കാണുന്നു. ഏതായാലും ഇനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത നിലക്ക് ഒരാളോടും വിധേയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പറയാറ്, നമ്മൾ ആരെങ്കിലും അനുകൂലിക്കുമ്പോൾ, ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുമ്പോൾ അവനെ MLA ആകാൻ വേണ്ടിയിട്ടാണ്, MP ആകാൻ വേണ്ടിയിട്ടാണ്, മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്, വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ അതില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയാറുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങാണ്. അതിന്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. 4:30 മണിക്ക് പത്രക്കാരോട് ഞാൻ ആ കാര്യം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ ഒരു മഹാനായ മനുഷ്യന്റെ ഓർമ്മകൾ
തികട്ടി വരുന്ന ഒരു ദിനത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും ഒരിക്കൽ പോലും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഇടനാഴികകളിലേക്ക് കാലക്ഷകൾക്ക് കാതോർക്കാൻ നിൽക്കാത്ത മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധി വിചാരിച്ചാൽ എന്തുമാകാമായിരുന്നു മഹാത്മാഗാന്ധിക്ക്. പക്ഷേ ഗാന്ധി ഒരു സ്ഥാനവും വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിയാകാൻ നമുക്ക് ആർക്കും കഴിയില്ല. വാശി, ചില സാഹചര്യങ്ങൾ, ഇവയൊക്കെ നമുക്ക് ചില പോരാട്ടങ്ങൾക്ക് പ്രചോദനമാണ്. അത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ നമുക്കതിൽ വിജയങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുവാനോ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുകയും ഇല്ല. അവസാന ശ്വാസം വരെയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സിരകളിൽ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും. അത് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മൾ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ പല ദിക്കുകളിലും മനുഷ്യർ തമ്മിൽ, സംസ്കാരങ്ങൾ തമ്മിൽ, വിശ്വാസങ്ങൾ തമ്മിൽ. ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ചെന്നു. അവിടുത്തെ ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള ഒരു ചർച്ചിൽ ഞങ്ങൾ സന്ദർശനം നടത്തി. അപ്പൊ ആ ചർച്ചിന്റെ മേലാധികാരി ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ചർച്ചിപ്പോ എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. മുസ്ലിങ്ങൾ ഈ ചർച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ വാടകയ്ക്ക് എടുക്കാറുണ്ട്, പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദീപാവലി ആഘോഷിക്കാൻ ഒരു സ്ഥലം വേണം, ഒരു ഹാള് വേണം എന്നുള്ള നിലക്ക് ഈ ചർച്ച് വാടകയ്ക്ക് എടുക്കാറുണ്ട്. ആരാധനാലയങ്ങൾ മറ്റു മതസ്ഥർക്ക് ആരാധനയ്ക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അറിയുക. സൗദി അറേബ്യ നമ്മളൊക്കെ പറയും മതാധിഷ്ഠിതമായിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യം അതിന്റെ വാതിലുകൾ തുറക്കുകയാണ്. ഇന്നോളം സൗദി അറേബ്യയിൽ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് മലയാളികൾ, വിദേശികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അവർക്കൊരു മലയാളം സിനിമ കാണണമെങ്കിൽ ഇന്ത്യയിൽ വരണം. ഇന്ന് നൂറുകണക്കിന് തിയേറ്ററുകളാണ് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മലയാളം സിനിമ റിലീസാകുന്ന അതേ സമയത്ത് സൗദി അറേബ്യയിൽ സിനിമ കാണാൻ ഇന്ന് അവസരമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഓരോ രാജ്യങ്ങളും മദീനയിലേക്ക്, മദീന മുനവ്വറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകന്റെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ്. ഇത്രയും കാലമായിട്ട് അവിടേക്ക് അമുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകപ്പെട്ടിരുന്നില്ല. മദീന പള്ളിയുടെ അടുത്തേക്ക് അമുസ്ലിങ്ങൾക്ക്, ഇസ്ലാം മതവിശ്വാസികൾ അല്ലാത്തവർക്ക് പ്രവേശനം നൽകപ്പെട്ടിരിക്കുന്നു. അവിടെ ചെന്ന് ബ്ലോഗർമാർ ആ പള്ളിയുടെ സവിശേഷതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ആ ബ്ലോഗർമാർ മുസ്ലിങ്ങളല്ല. ലോകം ഉയർന്ന് ചിന്തിക്കുകയാണ്, വിശാലമായി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രം എങ്ങനെ നമ്മളുടേത് എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഷെല്ലിലേക്ക് ഉൾവലിയാൻ വേണ്ടി കഴിയും? അതിന് സാധിക്കില്ല, കഴിയില്ല. നമുക്ക് ലോകത്തൊരു മനുഷ്യനും സാധ്യമാവില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഉള്ള കാര്യങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്ത് കണ്ടെത്തണം. അത് ലോകത്തോട് പറയണം. പുതിയ കാലം ഞങ്ങളെപ്പോലുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥികളിൽ നിന്നും, ഞാനൊരു ചരിത്രാധ്യാപകൻ കൂടിയാണ്, ഞങ്ങളെപ്പോലുള്ള ചരിത്ര വിദ്യാർത്ഥികളിൽ നിന്നും ആവശ്യപ്പെടുന്നതും അതാണ്. സ്നേഹത്തിന്റെയും ഒരുമയുടെയും വിവിധ സംസ്കാരങ്ങളുടെ സമന്വയങ്ങളുടെയും വിവിധ രാജ്യങ്ങളിൽ കാലം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും കുറിച്ച് നാടിനോടും സമൂഹത്തോടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ പറയുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുക എന്ന പുതിയ രാഷ്ട്രീയമാണ് വരും കാലത്ത് എനിക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത്